Okay, basically we studied about respiration. We studied that there are two parts of respiration. പുറത്ത് breathing ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത്, ഉള്ളിലത്തെ cellular respiration ഉണ്ട് എന്നുള്ള കഥയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു. നമ്മൾ റെസ്പിറേഷന് വേണ്ടിയിട്ട് അതിന്റെ ഓർഗൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു. ഓർഗൻസ് എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യണേ, നോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നോസ്ട്രിൽസിലേക്ക് പോയി, നോസ്ട്രിൽസിൽ നിന്നും നേസൽ ക്യാവിറ്റിയിലേക്ക് പോയി, നേസൽ ക്യാവിറ്റിയിൽ നിന്നും അങ്ങനെ ഫാരിങ്സിലേക്ക് പോയി, ഫാരിങ്സ് കഴിഞ്ഞ് ലാരിങ്സിലേക്ക് പോയി, ലാരിങ്സ് കഴിഞ്ഞിട്ട് ട്രക്കിയിലേക്ക് പോയി, ട്രക്കിയ കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രോങ്കൈയിലേക്ക് പോയി, ബ്രോങ്കൈയിൽ നിന്നും ബ്രോങ്ക്യോൾസിലേക്ക് പോയി, അവിടെ നിന്ന് ആൽവിയോളയിൽ പോയി. ഇതൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു കാര്യം എന്താ, ഫാരിങ്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ കോമൺ റീജിയൻ. അപ്പൊ ഇത് നീറ്റിന് ചോദിച്ചേക്കണ സാധനമാണ്, കോമൺ പാസേജ്. കുട്ടികളെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക, കുട്ടികളെ ഷെയ്ഖ് വീഡിയോ ഓൺ ചെയ്തിരുന്നേ, അഭിരാമി ഗൗരി വീഡിയോ ഓൺ ചെയ്തിരിക്കും മോളെ. ഓക്കെ, പിന്നെ അതുല്യ നോക്കിയിട്ട് ചെയ്താൽ മതി. ഐ ഡോണ്ട് വാണ്ട് യു ടു ലീവ് ദ ക്ലാസ്. എനിക്ക് അതാണ് കുറെ കൂടി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതുല്യ ഇരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അതുല്യയുടെ ഓക്കെ, ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കോമൺ ലൊക്കേഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് നീറ്റിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഈസ് ഇറ്റ് ഗ്ലോട്ടിസ്, ഈസ് ഇറ്റ് എപ്പിഗ്ലോട്ടിസ്, ഈസ് ഇറ്റ് ഫാരിങ്സ്, ഈസ് ഇറ്റ് ലാരിങ്സ്, അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇനി നമ്മൾ ട്രക്കിയുടെ കാര്യം കഴിഞ്ഞു. ട്രക്കിയ എന്ന് പറയുന്നത് വിൻ പൈപ്പ് ആണ്, അതിൽ കൂടിയിട്ട് എയർ പാസ് ആവും, അത് പൂന്ന് പറഞ്ഞിട്ട് കൊളാപ്സ് ആവാണ്ടിരിക്കാനായിട്ട് സി ഷേപ്പ് കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിലെല്ലാത്തിലും സീലിയ ഉണ്ട്. ഇൻ ഓർഡർ ടു ട്രാപ്പ് ഓൾ ദ സീലിയ ആൻഡ് മ്യൂക്കസ് മസിൽ ഒക്കെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രോങ്കൈന്റെ കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ. ബ്രോങ്കൈ എന്താ പഠിച്ചത് നമ്മള്, ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്ര. വാട്ട് ഈസ് മെൻ ബൈ ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്ര ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? വെർട്ടിബ്ര ബാക്ക് സൈഡിലെ സാധനമാണ്. അവിടെ നിന്നും രണ്ടായിട്ട് നമ്മൾ പറഞ്ഞൂല്ലേ, സെർവിക്കൽ വെർട്ടിബ്ര ഉണ്ട്, അതിന്റെ താഴെ തൊറാസിക് വെർട്ടിബ്ര. നമുക്ക് പഠിക്കാണ്ടിട്ട് സെർവിക്കൽ വെർട്ടിബ്രയും തൊറാസിക് വെർട്ടിബ്രയുടെ കഥയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും കേൾക്കണത് നന്നായിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് അവിടെ വന്നിട്ടാണ് സ്പ്ലിറ്റ് ആവണേ എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, മിനി ലതീഷ് ഓക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ ലേറ്റ്. Now coming to bronchi. ബ്രോങ്കൈയുടെ കഥ നമ്മൾ പറഞ്ഞു, ഫിഫ്ത്ത് തൊറാസിക് ക്യാവിറ്റിയിൽ നമ്മൾ ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രയിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രോങ്കിയോൾസ് വന്നു ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഗോസ് ഇൻ ടു സ്മോൾ ആൽവിയോളൈ എന്നുള്ളത് പറഞ്ഞു. ഇതിൽ തന്നെ നമുക്ക് നീറ്റ് ബേസിസിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ആണെന്ന് വെച്ചാൽ വിടണ്ട, ഗ്ലോട്ടസ് എന്ന് പറയുന്നതിനെ അടച്ചു വെക്കുന്നത് ആരാ? എപ്പിഗ്ലോട്ടിസ് ആണ്. എപ്പിഗ്ലോട്ടിസിന് എന്ത് വെച്ച് ഉണ്ടാക്കും? ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടത് റൈറ്റ് ലങ്ങിലും ലെഫ്റ്റ് ലങ്ങിലും എത്ര ലോബ്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതൊരു ലോബ്, ഇതൊരു ലോബ്. ലെഫ്റ്റ് ലങ്ങില് 2 ലോബ്, അതേസമയം റൈറ്റ് ലങ്ങില് 3 ലോബ്സ് ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് എത്ര കവറിങ്സ് ഉണ്ട് ലങ്സിന്? 2 കവറിംഗ് ഉണ്ട്. ഉള്ളിലത്തെ വിസറൽ പ്ലൂറയും പുറത്തെ പെറീറ്റൽ പ്ലൂറ, ഇടയിലെ പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇൻ ഓർഡർ ടു reduce the friction. ഇതാണ് ലങ്സിന്റെ ഒരു കഥ. ഇത് മാത്രല്ല, ഡയഫ്രം ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ടീം. ഓക്കെ, മസിൽ വിച്ച് ഹെൽപ്സ് ഇൻ diaphragm is also known as phrenic muscle. മാമൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, മാമൽ ആണോ ഡയഫ്രം ഉണ്ടോ? അപ്പൊ അവർക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് ഹെൽപ്സ് ഇൻ ഇത്. ഓക്കെ, ശ്വസിക്കൽ ഫൈൻ. നൗ കമ്മിങ് ടു ആൽവിയോളൈ, നമ്മൾ പറഞ്ഞു തിന്നാണ്, ബിക്കോസ് ദർ ഇസ് സംതിങ് ടു ബി എക്സ്ചേഞ്ച്ഡ്. അങ്ങോട്ട് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചക്ക നമ്മുടെ പാറക്കല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി വെരി തിൻ സോ ദാറ്റ് എക്സ്ചേഞ്ച് ഹാപ്പൻസ്. ഇറഗുലർ വാൾഡ് ആയിരിക്കും. ഞാൻ vascularized bag ആയിരിക്കും. Vascularized means surrounded by blood vessels ആയിരിക്കും. And blood vessels എന്ത് blood vessel ആയിരിക്കും ഇവിടെ കുട്ടികളെ അതില് പറഞ്ഞേ? പറയട കുഞ്ഞുങ്ങളെ. കാപ്പിലറീസ് ആയിരിക്കും. വെയിൻ ആയിരിക്കില്ല, ആർട്ടറി ആയിരിക്കില്ല, എന്തായിരിക്കും? കാപ്പിലറീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ലങ്സ് എന്ന് പറയുന്നത് എന്താ? ദിസ് ഇസ് ഓൾസോ എ നീറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് തോന്നും വാട്ട് ഈസ് ലങ്സ്? ഓക്കെ, നമ്മൾ തള്ളാൻ വേണ്ടിട്ട് ഇത് ലങ്സ് നമുക്കിപ്പോ ഒരു എന്താണ് വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ അരവിന്ദിന് ലക്കിയാണ്. അരവിന്ദ് എന്താ ലക്കി എന്ന് പറഞ്ഞാൽ കാരണം അരവിന്ദിന് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പൊ അരവിന്ദിന് ഭയങ്കര ഭാഗ്യമാണ്. എന്താ അരവിന്ദിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് വാട്ട് ഇസ് ലങ്സ് എന്ന് ചോദിച്ചു. അരവിന്ദ് തള്ളോട് തള്ളായിരിക്കും. ലങ്സ് ഇസ് എ റെസ്പിറേറ്ററി ഓർഗൻ. ലങ്സ് എന്ന് പറയുന്ന തൊറാസിക് ചേമ്പറിന്റെ ഉള്ളിലാണ്. അതേപോലെ തന്നെ ലങ്സിന്റെ ഉള്ളിൽ ആൽവിയോളൈ ഉണ്ട്, മറ്റേതുണ്ട് ബ്രോങ്കൈ ഉണ്ട്. എന്നിട്ട് ലങ്സ് പുറത്തു നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ സംഭവം ഉള്ളിലേക്ക് കയറ്റി മറ്റേ കാർബൺ ഡൈ ഓക്സൈഡ്. അരവിന്ദിന് ഫുൾ മാർക്ക്. പക്ഷെ അഭിരാമിയുടെ അവസ്ഥ എന്താ? അഭിരാമിക്ക് ഡോക്ടർ ആവണ്ടേ? അഭിരാമിയുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, വാട്ട് ഇസ് ലങ്സ്? നീറ്റിന്റെ ക്വസ്റ്റ്യൻ.
It comprises of trachea, bronchi, bronchioles, alveoli. First option. Second option, bronchi, bronchioles, alveoli. Fourth option, everything starting from nostrils to alveoli. അടുത്ത ഓപ്ഷൻ, it comprises of bronchi, bronchioles, capillaries. ഇതിൽ എന്ത് നിങ്ങൾ പറയും? Do you understand the difference? അല്ലെ, ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ഓരോ ലൈനും അരച്ച് കലക്കി കുടിച്ചാൽ മാത്രമേ ആ നീറ്റ്, ഇതുകൊണ്ടാണ് അതിനാണല്ലേ ഇന്നലെ പറഞ്ഞേ, ഞാൻ ഇത്രയും ദിവസം നീറ്റ് നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു, ഇന്നലത്തോടുകൂടി നമ്മൾ മതിയാക്കുന്നത്. അതിനാണോ ഷെയ്ക്കാണോ പറഞ്ഞേ? ചിരിക്കടാ, ഓ ഇതൊക്കെ തമാശയല്ലേ, നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ചോണ്ടിരിക്കല്ലേ, എന്നെ കൊണ്ട് പറ്റണില്ല കേട്ടാ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു അവസ്ഥ. ഇങ്ങനെയാണ് നമുക്ക് നീറ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, പണി കിട്ടും നമുക്ക്. ഡോം ഷേപ്ഡ് പാർട്ടീഷൻ സെപ്പറേറ്റിംഗ് തൊറാക്സ് ഫ്രം അബ്ഡമൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഒരു ലോഡ് സാധനങ്ങൾ തരും. ഇതിൽ നിന്ന് നമ്മൾ ഡയഫ്രം ചൂസ് ചെയ്യണ്ടേ? ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, ദാറ്റ് ഇസ് റിഗാർഡിംഗ് നീറ്റ്. പക്ഷെ വൺസ് യു ഗെറ്റ് ദ ഹാങ് ഓഫ് ഇറ്റ്, ഇറ്റ് ഇസ് വെരി സിമ്പിൾ തിങ് ടു ഡു. ഓക്കെ, നീറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് നമ്മൾ വഴി പറഞ്ഞു തരാം, പക്ഷെ പോകേണ്ടത് നിങ്ങളാണ്. അൺഫോർച്ചുനേറ്റ്ലി വി ആർ ദെയർ ആസ് ഗൈഡിംഗ് പോയിന്റ്സ് എവ്രിവെയർ. ഓക്കെ കുട്ടികളെ, നൗ കമ്മിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ട്, സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പൾമനറി വെന്റിലേഷൻ, വിച്ച് ഇസ് ബ്രീതിങ്. നമ്മള് ബ്രീതിങ് ചെയ്തു അല്ലെ, ബ്രീതിങ്, ഓക്സിജൻ റിച്ച് എയർ ഇസ് കമ്മിങ് ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ ഇസ് മൂവിങ് ഔട്ട്. എന്നിട്ട് ആൽവിയോളൈയിൽ എല്ലാം എടുത്തിട്ട് ആൽവിയോളൈ വരെ എത്തി. ഓക്കെ, ആൽവിയോളയിൽ എന്താണ് കുട്ടികളെ സംഭവിക്കുക? ആൽവിയോളയുടെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. ഓക്കെ, ഈ ഗ്യാസ് എന്ത് ചെയ്യും? ഇവിടെ എക്സ്ചേഞ്ച് നടക്കും. ഇവിടെ ബ്ലഡിന്റെ കൂടെ there is an exchange which is happening. Carbon dioxide moves in, CO2 moves in, oxygen moves into the blood inside the capillaries. Then what happens? Blood അങ്ങനെ ചുക്കു എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ എവിടെ കൊണ്ടെത്തിക്കും? സെല്ലിന്റെ അവിടെ കൊണ്ടെത്തിക്കും. അവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു സെല്ല് ഇരിക്കണ്ടേ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ബ്ലഡ് പൊക്കോണ്ടിരിക്കണ്ടേ. ഈ ഓക്സിജൻ ഒറ്റച്ചാട്ടം ചാടും. ഓക്കെ, ആൻഡ് ദിസ് പെർട്ടിക്കുലർ സ്റ്റഫ് യൂസസ് this oxygen for cellular respiration. And byproduct is created. What is a byproduct? The byproduct obviously is going to be carbon dioxide and water. ഇത് രണ്ടാണ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഇങ്ങനെ ബൈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങടേക്ക് ചാടും. Now what happens? This goes back to the lungs. ലങ്സിലേക്ക് breathing happens. Okay, ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. Now we have to see എന്തൊക്കെയാണ് ഇതിൽ ഓരോരോ ആരൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്തേക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ മെക്കാനിസം എന്നുള്ളത് we have to see. First and foremost, ഒരു ബ്രീത്തിങ് സൈക്കിളിനെ we say that to be pulmonary ventilation. Pulmonary ventilation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെന്റിലേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ICU ആണ് ഓർമ്മ വരുന്നത് അല്ലെ? അങ്ങനെയല്ല, പൾമിനറി വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് സൈക്കിൾ, ഒരു ബ്രീത്ത് ഇൻ ഒരു ബ്രീത്ത് ഔട്ട്. ഓക്കെ, 5 സെക്കൻഡ് ആണ് സാധാരണ മനുഷ്യരെടുക്കുക. അത് ഏതാണ്ട് ഒരു 12 to 16 സൈക്കിൾസ് പെർ മിനിറ്റ് ആണ് നമുക്കുള്ളത്. സോ നമ്മള് ഈ മെക്കാനിസം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ബോയിൽസ് ലോ. ഓക്കെ, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനമാണ് ബോയിൽസ് ലോ. ദേവിക ചേച്ചി പഠിപ്പിച്ചോന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ബോയിൽസ് ലോ എന്ന് പറയുന്നത് എന്താ? പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബലൂൺ എടുത്തിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അതിനെ വീർത്ത ബലൂൺ എടുത്തിട്ട് നിങ്ങൾ പ്രസ് ചെയ്തു. പ്രഷർ കൂടുതലാണോ കുറവാണോ? അപ്പോ പ്രഷർ കൂടുതലാണോ കുറവാണോ? വീർത്ത ബലൂൺ എടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്തു. അപ്പൊ പ്രഷർ കൂടുതലാണോ കുറവാണോ? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുതലാണോ? കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? ഓക്കെ, പ്രഷർ കൂടിയപ്പോ ആ ബലൂണിന്റെ വോളിയം എന്തായി? വോളിയം കുറഞ്ഞു. ഇത് തന്നെയാണ് സാധനം. പ്രഷർ കൂടിയപ്പോ വോളിയം കുറഞ്ഞു. പ്രഷർ കുറയുമ്പോഴോ വോളിയം കൂടും. തിരിച്ചു മറിച്ചും മനസ്സിലായോ? ഇതാണ് സാധനം. ഇനി ഒരെണ്ണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇസ് ഓൾവേസ് ഗോയിങ് ടു മൂവ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. വെള്ളം is going to move from height to less height. Air is going to move from high pressure area to lower pressure area. Okay, ഇത് അടുത്തത് നമുക്കറിയാം. അപ്പൊ ബോയിൽസ് ലോ നമുക്ക് മനസ്സിലായി, എയർ എങ്ങനെയാ മൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, മസിൽസ് ഇൻവോൾവ് ഇൻ ബ്രീത്തിങ് ആരൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ഡയഫ്രം എവിടെയാണ് കുട്ടികളെ ഉള്ളത്? ദിസ് ഇസ് എ ഡോം ഷേപ്ഡ് ചേട്ടൻ.
ഡോം ഷേപ്ഡ് ചേട്ടൻ. പിന്നെ റിബ്സിന് പുറത്ത് കുറച്ച് മസിൽസ് ഉണ്ട്. അതിനെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് നമ്മൾ പറയും. റിബ്സിന്റെ അകത്ത് കുറച്ച് മസിൽസ് ഉണ്ട്, അവിടെ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയും. ആൻഡ് വയറിന്റെ അവിടെയുള്ള മസിൽസ് ഉണ്ട്, അബ്ഡോമിനൽ മസിൽസ് എന്ന് പറയും. അബ്ഡോമിനൽ മസിൽസ് എന്ന് പറയും. ഓക്കെ, then what you have to understand, atmospheric pressure. എന്തിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പഠിക്കുന്നത്? ആ വഴി പോകുമ്പോൾ ജനറൽ നോളജ് അല്ലേ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, പ്രഷറിന്റെ കളിയാണ് മക്കളെ. മൊത്തം എയർ എവിടെ നിന്ന് എങ്ങോട്ട് പോടോ, പ്രഷറിന്റെ കളിയാണ്. ഓക്കെ, സോ 760 millimeter മെർക്കുറി. ഓക്കെ, മെർക്കുറി ഇതിലാണ് നമ്മൾ എപ്പോഴും വേണ്ടത്. 760 millimeter ഓഫ് മെർക്കുറി ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇതിന് ഈശ്വരനല്ലേ മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇൻട്രാപൾമിനറി പ്രഷർ, അതായത് ലങ്സിന്റെ ഉള്ളിലത്തെ പ്രഷറിനെ നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് നമ്മുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത്. സോ വി ആർ ഗോയിങ് ടു സീ we are going to see all these things, ladies and gentlemen. Yeah, അപ്പൊ ഇത് എങ്ങനെയാ സംഭവിക്കണമെന്ന് വെച്ചാൽ എവിടെ പോയി എന്റെ സാധനം? ഇതെങ്ങനെയാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഓക്കെ, അത് നമുക്ക് ആ കോൺസെപ്റ്റ് നോക്കാം. നമുക്ക് ബ്രീത്ത് ഇൻ ചെയ്യണം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എവിടെ തൊട്ട് എങ്ങോട്ടേക്കാണ് എയർ പോകണ്ടേ അത് പറയും. ഓക്കെ, അത് പറയും. എവിടെ തൊട്ട് എങ്ങോട്ടാണ് എയർ പോകണ്ടേ? ഇത് അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഇവിടെ ലങ്സ് ഉണ്ട്. പറഞ്ഞേ, എവിടെ തൊട്ട് എങ്ങോട്ടേക്കാ എയർ പോകണ്ടേ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോ? അറ്റ്മോസ്ഫിയർ. അപ്പൊ ബ്രീത്ത് ഇന്നിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ബ്രീത്ത് ഇന്നിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. സോ അറ്റ്മോസ്ഫിയർ ടു ലങ്സ് ആണ് എയർ പോകണ്ടേ. ഓക്കെ, അപ്പൊ എവിടെ ആയിരിക്കണം ഹൈ പ്രഷർ? എയർ ഹാവ് ടു മൂവ് ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലങ്സ്. എയർ ഓൾവേസ് മൂവ് ഫ്രം ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ. എവിടെ ആയിരിക്കണം ഹയർ പ്രഷർ ഉണ്ടാവേണ്ടേ? Where should be the higher pressure? Atmosphere should be high pressure. So this has to be at a higher pressure and this has to be at a lower pressure. ഇത്രയും മനസ്സിലായോ? ലോവർ പ്രഷർ ഇത്രയും മനസ്സിലായോ? ലങ്സിനെ നമുക്ക് ലോവർ പ്രഷർ ആക്കണം. സോ ദാറ്റ് ഇറ്റ് മൂവ്സ്, എയർ ഓട്ടോമാറ്റിക്കലി മൂവ്സ് ടു ദ ലങ്സ്. ലോവർ പ്രഷർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വോളിയം എന്ത് സംഭവിക്കണം? ഇവിടുത്തെ വോളിയം എന്തായിരിക്കണം? കൂടണം. വോളിയം ഷുഡ് ബി ഹൈ. വോളിയം ഹൈ ആണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എയർ ഉള്ളിലേക്ക് കയറും. ഓക്കെ, വോളിയം ഹൈ ആയിരിക്കണം. വോളിയം ഹൈ ആക്കണമെങ്കിൽ, വികസിപ്പിക്കണമെങ്കിൽ നമുക്ക് 2-3 ചേട്ടന്മാരെ ഹെൽപ്പ് ചെയ്യും. ആരൊക്കെയാ ഹെൽപ്പ് ചെയ്യണം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡയഫ്രം ഹെൽപ്പ് ചെയ്യും. ഡയഫ്രം ഈസ് പുൾഡ് ഡൗൺ. ഡയഫ്രം എന്ത് ചെയ്യും? ഇറ്റ് ഇസ് പുൾഡ് ഡൗൺ. ഡയഫ്രം ഡൗണിലേക്ക് വരും. ഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും തൊറാസിക് ക്യാവിറ്റി, ലങ്സിന്റെ ഇവിടെ ലങ്സ് ഉള്ള ക്യാവിറ്റിനെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയാം. അപ്പൊ ഡയഫ്രം ഇങ്ങനെ ഉണ്ടായിരുന്ന ഡയഫ്രം ആണ്. ഓക്കെ, നമ്മുടെ വയറിന് ഇങ്ങനെ ഉണ്ടായിരുന്ന ഡയഫ്രം ഇറ്റ് ഇസ് പുൾഡ് ഡൗൺ. അപ്പൊ പിന്നെ എന്താ, ഇങ്ങനെ അങ്ങോട്ട് എക്സ്പാൻഡ് ആയി. തൊറാസിക് ക്യാവിറ്റി എക്സ്പാൻഡ്സ് ഇൻ ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. ഇങ്ങനെ എക്സ്പാൻഡ് ആയി, ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. ലങ്സ് ഓൾസോ എക്സ്പാൻഡ്സ് ഇൻ ആന്റീരിയോ പോസ്റ്റീരിയർ. അപ്പൊ വോളിയം എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഇത് കൂടാതെ തന്നെ ഇനി ഒരു സംഭവം ഉണ്ട്. ഇനി ഒരു സംഭവം എന്താണ്? ഇന്റർകോസ്റ്റൽ മസിൽസ്. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് വീണ്ടും പുറത്തേക്ക് വലിയും. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് പുറത്തേക്ക് വലിയും. ഓക്കെ, പുറത്തേക്ക് വലിയുമ്പോഴത്തേക്ക് എന്താ? എഗെയിൻ ഈ പറയുന്നത് പോലെ വോളിയം ഇൻക്രീസസ്. വോളിയം ഇൻക്രീസസ്. അപ്പൊ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിനെ എങ്ങനെ പുറത്തേക്ക് വരണേ? കോൺട്രാക്ഷൻ ചെയ്യുമ്പോൾ, എപ്പോഴും കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മുടെ റിബ് ഉണ്ട് വിചാരിച്ചാൽ, ഇവിടെയാണ് മസിൽസ് ഉള്ളത്. കോൺട്രാക്ട് ചെയ്ത് വലിയും, പുറത്തേക്ക് വലിയുമ്പോൾ കോൺട്രാക്ട് ആൻഡ് ഇത് വലിയുമ്പോ വാട്ട് ഹാപ്പൻ? ഇറ്റ് ലിഫ്റ്റ്സ് അപ്പ് ദ റിബ് ആസ് വെൽ. കോൺട്രാക്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ റിബ്സിനെ പുറത്തേക്ക് കൊണ്ടുവരും, സ്റ്റേർണത്തിനെയും പുറത്തേക്ക് കൊണ്ടുവരും. ഇറ്റ് ആക്ച്വലി ബ്രിങ്സ് ഔട്ട് ദ റിബ്സ് ആൻഡ് സ്റ്റേർണം. So what happened? Volume is going to increase dorsoventrally. ഇങ്ങനെ മനസ്സിലായോ? ഫ്രണ്ട് ടു ബാക്ക് is dorsoventrally. Dorsoventrally also volume increases. Anterior posterior എന്ന് പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കും എങ്ങനെയാ വോളിയം ഇൻക്രീസ് ആണ്? Diaphragm is pulled down. Diaphragm muscle contract ചെയ്ത താഴേക്ക് വലിയും. ഓക്കെ, കോൺട്രാക്ട് ചെയ്ത താഴേക്ക് വലിയും. അപ്പൊ diaphragm muscles contract ചെയ്തു, diaphragm is pulled down. Okay, അപ്പോ ആന്റീരിയോ പോസ്റ്റീരിയറിലെ വോളിയം ഇൻക്രീസസ്. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻ? അതേപോലെ തന്നെ അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള ഒരാളെ അപ്പൊ അവിടെ തന്നെ എയറിന്റെ പ്രഷർ ഡിക്രീസ് ചെയ്തു. ഇനി ഇരിക്കട്ടെ, ഇനി ഇതേപോലെ തന്നെ ഇനി എന്താ? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എഗെയിൻ കോൺട്രാക്ട് ചെയ്തു. അപ്പൊ റിബ്സ് നിങ്ങൾ ആലോചിച്ചൊക്കെ, ബ്രീത്ത് ഇൻ ചെയ്ത ഈ നെഞ്ചിന്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഫ്രണ്ടിലേക്ക് തള്ളും അല്ലെ? റിബ്സ് പുറത്തേക്ക് വരും, സ്റ്റേർണം പുറത്തേക്ക് വരും.
റിബ്സ് പുറത്തേക്ക് വരും, സ്റ്റേർണം പുറത്തേക്ക് വരും. ആരെ പുറത്തേക്ക് കൊണ്ടുവരുന്നേ? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് അത് കോൺട്രാക്ട് ആയിട്ട് വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരാണ്. സോ ദാറ്റ് ദ വോളിയം ഇൻക്രീസസ് ഡോർസോ വെൻട്രലി, മോളിൽ നിന്ന് താഴേക്കില്ല, സൈഡിലേക്ക് വോളിയം ഇൻക്രീസ് ചെയ്യും. സി വോളിയം ഇൻക്രീസ് ചെയ്തു, വോളിയം ഇൻക്രീസ് ചെയ്താൽ ഇവിടെ ലോവർ പ്രഷർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അറ്റ്മോസ്ഫിയറിൽ നിന്നും ഉള്ളിലേക്ക് ആള് കയറും. ഓക്കെ, സോ ഇതിന് നമ്മൾ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് പ്രഷർ ആയി എന്നാണ് പറയാ. കമ്പാരിറ്റീവ്ലി ലെസ് പ്രഷർ, നെഗറ്റീവ് പ്രഷർ ആയി. വിത്ത് റെസ്പെക്ട് ടു ദ അറ്റ്മോസ്ഫിയർ ദിസ് ബിക്കേം നെഗറ്റീവ്. സോ ഓട്ടോമാറ്റിക്കലി ദ എയർ ഇസ് ഗോയിങ് ടു മൂവ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ദ ലങ്സ്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ബ്രീത്തിങ്ങില് രണ്ട് പ്രോസസ് ഉണ്ട്, ഇൻഹലേഷൻ ഉണ്ട്, എക്സലേഷൻ ഉണ്ട്. ഇൻഹലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയർ വിച്ച് ഇസ് റിച്ച് ഇൻ ഓക്സിജൻ ഇസ് ടേക്കൺ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ദ ലങ്സ്. ഓക്കെ, എക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ ഇസ് മൂവിംഗ് ഫ്രം ദ alveoli to the atmosphere. There are a lot of adaptations in the lungs for enabling this to happen. First and foremost, diaphragm. Inhalation ന്റെ കഥ പറയാം. Diaphragm, I want you to imagine this. നിങ്ങൾ കണ്ണടച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഡയഫ്രം താഴെ ഡോം ഷേപ്പ്, കണ്ണടച്ചിട്ട് ആക്ച്വലി ഇമാജിൻ ചെയ്യണം. ഡയഫ്രം താഴെ ഡോം ഷേപ്പ് ഉണ്ട്, അത് കോൺട്രാക്ട് ചെയ്തു. അപ്പൊ താഴേക്ക് വലിയുമ്പോഴത്തേക്കും മോളില് ടു താഴെ വോളിയം ഇൻക്രീസ് ചെയ്തു, ഓക്കെ. വോളിയം ഇൻക്രീസ് ചെയ്താൽ പ്രഷർ കുറവാണ്, ഓർത്ത് വെച്ചോ. ഇതേപോലെ തന്നെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്, അതായത് റിബ്സിന്റെ മസിൽസ്, അവിടെയും കോൺട്രാക്ഷൻ നടന്നു. അപ്പൊ റിബിനെയും പൊക്കി, സ്റ്റേർണത്തിനെയും പൊക്കി. സ്റ്റേർണം എന്ന് പറഞ്ഞാൽ നടുക്കുള്ള തിക്കായിട്ടുള്ള മറ്റേ എല്ലിന്റെ കഷ്ണത്തിനെ സ്റ്റേർണം എന്ന് പറയാം. ഓക്കെ, സ്റ്റേർണം ആൻഡ് റിബ്സ് ആർ ബ്രോട്ട് അപ്പ്. സോ വോളിയം അഗെയിൻ ഇൻക്രീസസ് ഡോർസോ വെൻട്രലി. മൊത്തത്തില് വാട്ട് ഹാപ്പൻ? ഇൻട്രാ പൾമണറി മീൻസ് വാട്ട്? ഇൻസൈഡ് ദ ലങ്സ്. Intra means inside, pulmonary means lungs. It became negative pressure. Pressure കുറഞ്ഞു because volume has increased, no? Pressure കുറഞ്ഞു. So air will automatically move from the atmosphere to the lungs. Okay, ഇത്രയും മനസ്സിലായോ കുട്ടികളെ? യെസ്, എക്സലേഷൻ കൂടി കഴിഞ്ഞിട്ട് ഐ ഗിവ് യു ടൈം. ഓക്കെ, സോ ഇതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ദ പ്ലേസ്മെന്റ് ഓഫ് ലങ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓൾറെഡി ലങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടൈറ്റ്ലി പാക്ഡ്, എയർ ടൈറ്റ് ആയിട്ടാണ് തൊറാസിക് ചേംബറിൽ വെച്ചേക്കണേ. ഓക്കെ, ഇവർ തമ്മിൽ സ്ഥലമുണ്ട്. ഹാർട്ടിനെ പോലെയാണെന്നുണ്ടെങ്കിൽ ആ ഡയഫ്രം എന്തോ ചെയ്തോട്ടെ, അല്ല റിബ്സ് എങ്ങോട്ടൊക്കെയോ പോയിക്കോട്ടെ, ഐ ആം ഗോയിങ് ടു സ്റ്റേ വെരി ഹാപ്പിലി, ഐ എം നോട്ട് ഗോയിങ് ടു മൂവ് എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ഉണ്ട്. ബട്ട് ലങ്സ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഇസ് കട്ട് എയർ ടൈറ്റ്. Thoracic cavity, whatever volume is changing, that is going to be reflected in the lungs. So thoracic cavity the volume increase cheyda, lungs in the volume increase out, pressure decrease cheyum. Okay, so the thoracic chamber, we already know it is surrounded by the vertebral column dorsally. Sternum nadukkulladana sternum, it is ventral. Dorsal means back, door backiladu, അതാണ് ഡോർസൽ. ഓക്കെ, ഡോറ് ബാക്കിലാണ്. ഡോർസൽ വെൻട്രൽ എന്ന് പറയുന്നത് ഫ്രണ്ട്. ഓക്കെ, റിബ്സ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ, സൈഡ്. ഡയഫ്രം ഓൺ ദ ലോവർ സൈഡ്. ഓക്കെ, ഈ അനാറ്റമിക്കൽ സെറ്റപ്പ് ഇതെങ്ങനെയാണ് ആക്ച്വലി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ദാറ്റ് thoracic cavityയുടെ എന്ത് വോളിയം ചേഞ്ച് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ലങ്സ്. ഓക്കെ, thoracic cavityയുടെ വോളിയം ഇൻക്രീസ് ചെയ്താൽ ലങ്ങിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. thoracic cavityയുടെ വോളിയം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിന്റെ വോളിയം ഡിക്രീസ് ആവും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഒരു റൗണ്ട് ഒന്ന് റിവൈസ് ചെയ്ത് എന്നിട്ട് ഞാൻ എക്സലേഷൻ പറഞ്ഞുതരാം. What about exhalation? Exhalation എന്ന് പറയുന്നത് സെയിം. എക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്രം എങ്ങോട്ടാണ് പോകേണ്ടത്? ലങ്സിന്ന് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകേണ്ടത്. എയർ ഹാസ് ടു മൂവ് ഫ്രം ദ ലങ്സ് ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഒന്ന് എഴുതിയ നിങ്ങള് ലങ്സിന്റെ വോളിയം എങ്ങനെയായിരിക്കണം, പ്രഷർ എങ്ങനെയായിരിക്കണം, തനിയെ എഴുതി നോക്കിയേ ഒന്ന്. എങ്ങനെ ഉണ്ടാവണം? സോ എയർ ഹാസ് ടു മൂവ് ഫ്രം ദ ലങ്സ് ടു ദ അറ്റ്മോസ്ഫിയർ. ലങ്സിന്റെ പ്രഷർ ഒബ്വിയസ്ലി കൂടുതലായിരിക്കണം കമ്പയർ ടു ദ അറ്റ്മോസ്ഫിയർ, ബിക്കോസ് പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കായിരിക്കും എയർ മൂവ് ചെയ്യുക. ലോവർ പ്രഷർ, ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ മൂവ് ചെയ്യണം, അല്ലെ? ഫോർ ദിസ് ഹൈ പ്രഷർ ആവണമെന്നുണ്ടെങ്കിൽ വോളിയം ഷുഡ് ബി ലെസ്. അതിനെന്താ സംഭവം? ഡയഫ്രം ഇന്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്താൽ മതി. ഡയഫ്രം നേരത്തെ കോൺട്രാക്ട് ചെയ്തിട്ട് താഴേക്ക് പിടിച്ചു വലിച്ചു, ഇന്റർകോസ്റ്റൽ മസിൽ കോൺട്രാക്ട് ചെയ്തിട്ട് മുകളിലേക്ക് പിടിച്ചു വലിച്ചു. ഓക്കെ, ഡയഫ്രം റിലാക്സ് ചെയ്തു, ഷൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കയറി. ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെ തിരിച്ചു കയറി, ഡോം ഷേപ്ഡ് ആയി. വീണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെയായി,
ഓക്കെ. അതേപോലെ തന്നെ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ആയി, അപ്പൊ റിബ്സ് എല്ലാം തിരിച്ച് താഴേക്ക് വന്നു. ഓക്കെ. സോ ഇൻട്രാപൾമിനറി മീൻസ് ലങ്സിന്റെ പ്രഷർ സ്ലൈറ്റ്ലി കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാൾ. ദിസ് ഇസ് ഗോയിങ് ടു കോസ് ദ എക്സ്പൾഷൻ ഓഫ് എയർ. പുറത്തേക്ക് വരും, എയർ പുറത്തേക്ക് വരും. ഇത്രയും മനസ്സിലായോ കുട്ടികളെ? നിങ്ങൾക്ക് ഇത് റൗണ്ട് വായിച്ചു നോക്കിയേ. ഇതാണ് നമ്മുടെ ക്യാവിറ്റീസ് ഒക്കെ. തലയിൽ ഒരു ഓട്ടയുണ്ട്. ഡോർസൽ ഓട്ടകളാണ് നമ്മൾ എഴുതിയേക്കുന്നത്. തൊറാസിക്, അതായത് ഹാർട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ഓട്ടയിലാണ്, ഒരു ക്യാവിറ്റിയിലാണ്. ക്രേനിയൽ ക്യാവിറ്റീസ്, തൊറാസിക് ക്യാവിറ്റീസ്, അബ്ഡോമിനൽ വയറുള്ളത് ഒരു ക്യാവിറ്റിയിലാണ്, പെൽവിക് ക്യാവിറ്റി. പല ടൈപ്പ് ക്യാവിറ്റീസ് നമുക്ക് ഉണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ ലങ്സിന്റെ കഥ. ഓക്കെ. ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ ആൻഡ് ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഓക്കെ. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താ? ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളില് പ്രഷർ കുറവായിരിക്കണം, ഉള്ളില് പ്രഷർ കുറവായിരിക്കണം അല്ലെ? അപ്പൊ നോക്കിക്കോ, ഇൻട്രാപൾമിനറി പ്രഷർ കുറവായിരിക്കണം, 758 ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760 ആയിരിക്കും. ഓക്കെ. ഈ പ്രഷർ കുറവാവാൻ പ്രഷർ ഷുഡ് ബി ലെസ്, സോ വോളിയം ഷുഡ് ബി ഹൈ. അതിന് ആരൊക്കെയാ ഹെൽപ്പ് ചെയ്യണേ? ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും, ഡോം ഷേപ്പ് അപ്പൊ ഫ്ലാറ്റൻ ആയിട്ട് മാറും. So what happens? Volume increases in the anterior posterior axis. Okay. External intercostal muscles contract ചെയ്യും, അപ്പൊ volume increase ചെയ്യും in the dorsoventral axis. Volume increases and pressure increases. ഇതാണ് സംഭവിക്കുന്നത്. Air is going to flow in. എക്സ്പൈറേഷന്റെ സമയത്തോ 760 ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിന്റെ 762. ഇവിടെ 760 ആണ്, ഇത് 752. അത്രയും മതി. ഇവിടെ പ്രഷർ, ഇൻട്രാപൾമിനറി പ്രഷർ കൂടുതലായിരിക്കണം, ആൻഡ് വോളിയം ഇസ് ഗോയിങ് ടു ബി ലെസ്. ഡയഫ്രോം റിലാക്സ് ചെയ്തു, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്തു. ഇത്രയേ ഉള്ളൂ സാധനം. ഫോഴ്സ്ഡ് എക്സ്പയറേഷൻ, നമ്മൾ എക്സ്പയർ ചെയ്തു, ഒന്നും കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചു, ഫോഴ്സ്ഡ് എക്സ്പയറേഷൻ. അപ്പൊ ഇത്രയും കൂടി കൂടണം പ്രഷർ, അപ്പൊ രണ്ടെണ്ണം കൂടി 764 ആയി. പ്രഷർ ഷുഡ് ബി വെരി ഹൈ, വോളിയം ഷുഡ് ബി വെരി ലെസ്. അപ്പൊ ഒബ്വിയസ്ലി ഡയഫ്രം ഹാസ് ടു റിലാക്സ്, external intercostal muscle has to relax. Internal intercostal muscle and abdominal muscles എന്തായിരിക്കണം? See, abdominal muscles എന്ന് പറഞ്ഞാൽ വയറിന്റെ മസിൽസ്. നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ എക്സൈൽ ചെയ്ത് നോക്കി എന്താ സംഭവിക്കണേന്ന് വയറിന്റെ അവിടുത്തെ മസിൽസിന്. തൊട്ട് നോക്കുക എന്താ സംഭവിക്കണേ? കോൺട്രാക്ട് ആണോ റിലാക്സ് ആണോ ചെയ്യണേ? നന്നായിട്ടൊന്ന് എക്സൈൽ ചെയ്യുമ്പോ റിലാക്സ് ആണോ കോൺട്രാക്ട് ആണോ ചെയ്യണേ? റിലാക്സ് ആടാ. കോൺട്രാക്ടിന്റെ റിലാക്സിന്റെ മീനിങ് അറിയോടാ കുട്ടികളെ നിങ്ങൾക്ക്? നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യും, ഉള്ളിലേക്ക് വലിയും, ഉള്ളിലേക്ക് വലിയും. ദാറ്റ് മീൻസ് കോൺട്രാക്ട് ആവും അല്ലെ? ഇന്റേണൽ ഇന്റർകോസ്റ്റൽ റിബ്സിന്റെ ഉള്ളിലുള്ള മസിൽസ് ആണ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. കോൺട്രാക്ട് ചെയ്ത് അതിനെ പിടിച്ച് ഉള്ളിലേക്ക് വലിക്കും, കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിനെ പിടിച്ച് ഉള്ളിലേക്ക് വലിക്കും. ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ എഗെയിൻ കോൺട്രാക്ട് ചെയ്തിട്ട് പിടിച്ച് ഉള്ളിലേക്ക് വലിക്കും. അബ്ഡോമിനൽ മസിൽസ് എഗെയിൻ കോൺട്രാക്ട് ആവും. അപ്പൊ ഭയങ്കരമായിട്ട് പ്രഷർ കൂടും. മനസ്സിലായോ ഇത്? ഓക്കെ. അടുത്തേക്ക് പോട്ടെ. ഇതാണ് നമ്മുടെ കഥ. നമ്മുടെ കഥാനായകന്റെ ലങ്സ് ആണ് ഈ കാണുന്നത്. ഇദ്ദേഹം സിഗരറ്റ് ഒന്നും വലിക്കാറില്ല, അപ്പൊ നമുക്ക് സ്പോഞ്ചട്ടാർ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ. ഈ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞേക്കുന്ന സാധനങ്ങൾ ആണ്. സോ ഇതാണ് ബ്രീത്തിങ്ങിന്റെയും റെസ്പിറേഷന്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. ബ്രീത്തിങ് എന്ന് പറയുന്നത് ചുമ്മാ ഫ്രഷ് എയർ എടുക്കുക, ഫൗൾ എയർ കൊടുക്കുക. റെസ്പിറേഷൻ ഇൻവോൾവ്സ് ബ്രീത്തിങ് ആസ് വെൽ ആസ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ്. ഓക്കെ. ബ്രീത്തിങ് ഇസ് എ ഫിസിക്കൽ പ്രോസസ് ആൻഡ് റെസ്പിറേഷൻ ഇസ് എ ബയോകെമിക്കൽ പ്രോസസ്. ബ്രീത്തിങ്ങിൽ നോ എനർജി ഇസ് റിലീസ്ഡ് ഓർ റാദർ യൂസും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ബ്രീത്തിങ്ങിന് എനർജി ഈസ് യൂസ്ഡ്. വൈ? കാരണം ഈ ഇന്റർകോസ്റ്റൽ മസിലൊക്കെ പുള്ളിയാണല്ലേ, ഡയഫ്രം കോൺട്രാക്ട് ആണല്ലേ, അതിനൊക്കെ എനർജി ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ. റെസ്പിറേഷനിൽ എനർജി ഈസ് റിലീസ്ഡ്. ഓക്കെ. Breathing is an extracellular process. സെല്ലിന്റെ ഉള്ളിലൊന്നല്ല ഇത് നടക്കണേ. Respiration is an intracellular process. Breathing chemical reactions ഒന്നുമില്ല, so no enzyme is involved. അതേസമയം respiration enzymes are involved. Okay. Breathing is confined to very minimal organs like lungs ഉണ്ട്, അങ്ങനത്തെ കുറച്ച് larynx പോലത്തെ കുറച്ച് organs ഉണ്ട്. അതേസമയം respiration happens throughout the body. ഓക്കെ. ഇതാണ് സംഭവം. നൗ കമ്മിങ് ടു നമുക്ക് റെസ്പിറേഷന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞാല് ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ ആൻഡ് ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. അതിന് ആരൊക്കെയാ ഹെൽപ്പ് ചെയ്യണേ? അബ്ഡോമിനൽ മസിൽസ് ഹെൽപ്പ് ചെയ്യും, ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അത് മറക്കരുത്. അബ്ഡോമിനൽ മസിൽസും ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. കട്ടയ്ക്ക് മനസ്സിലായോ അത്? ഓക്കെ. ഇത് റിബ് ആണെന്നുണ്ടെങ്കിൽ, ഇതാണ് റിബ് എന്നുണ്ടെങ്കിൽ, റിബിന്റെ പുറത്ത്
പുറത്തെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ റിബിനെ പിടിച്ച് പുറത്തേക്ക് വലിക്കും. അതേസമയം ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഓക്കെ, ഇത് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഉള്ളിലേക്ക് വലിക്കും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഭാഗത്തേക്ക് വലിക്കും. ഇത് ഡോം ഷേപ്ഡ് നമ്മുടെ ഡയഫ്രം ഓക്കെ. ഇവിടെ മസിൽസ് ഉണ്ട് ഓക്കെ. ഇതിങ്ങനെയാണെന്ന് വിചാരിച്ചു ഇവിടത്തെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ താഴേക്ക് പോകും. താഴേക്ക് പോയിട്ട് ഫ്ലാറ്റൻ ചെയ്യും. മനസ്സിലായോ? അപ്പോഴാണ് വോളിയം ഇൻക്രീസ് ആവുന്ന വോളിയം ഡിക്രീസ് ആവുന്ന കഥകളൊക്കെ നടക്കണേ. ഇത്രയും ഓക്കെ ആണ് ഇവിടെ കുട്ടികളെ? ഓക്കെ. സോ ഇനി നോക്കണേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് യൂസ് ടു എസ്റ്റിമേറ്റ് എത്രമാത്രം വോളിയം ഓഫ് എയർ ആണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബ്രീത്തിങ്ങിന് എത്രമാത്രം എയർ ആണ് ആക്ച്വലി എടുക്കണേ. പല അസസ്മെന്റ് അതായത് പൾമിനറി ഫങ്ഷൻസിനെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ മറ്റേ സാധനത്തിന്റെ പേരാണ്, ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സ്പൈറോമീറ്റർ. ഓക്കെ, സ്പൈറോമീറ്റർ ഇസ് എ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് യൂസ്. ഭയങ്കര പാടാട്ടോ അതിലേക്ക്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് സ്പൈറോമീറ്റർ പോയിട്ട് ഊതിയായിരുന്നു. എന്റെ ഭഗവാനെ, എന്റെ ജീവൻ പോയി. 3 പ്രാവശ്യം ഊതിച്ചു. എന്നിട്ട് അങ്ങേര് പറഞ്ഞു, ചേച്ചി ഊതുന്നത് ഒട്ടുമേ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഓക്കെ, അപ്പൊ ഇതാണ് കഥ. നൗ കമ്മിങ് ടു മോസ്റ്റ് പിള്ളേരെ ഇതൊന്ന് വേഗം റിവൈസ് ചെയ്യാൻ. നൗ കമ്മിങ് ടു വെരി ഇൻട്രസ്റ്റിംഗ്, കോംപ്ലിക്കേറ്റഡ് ആൻഡ് കുറച്ച് കൺഫ്യൂസിങ് പോർഷൻ. വേഗം റിവൈസ് ചെയ്യും. Okay, da kuttiyale. So let us start with the next portion. We are going to study lung volumes and capacities. Okay, pala type of volumes. We are dealing with air, no? So pala type of volumes. We are going to study about respiratory volumes and capacities. Pala sadhanangal undu idile. Okay, namukku ee katha vechittu padikam. Okay, idana nammade normal breathing. നിങ്ങൾ നോർമൽ ബ്രീത്തിങ് ചെയ്തു എക്സ്പിറേഷൻ ചെയ്തു. ഓക്കെ, ആ എത്രമാത്രം വോളിയം ആണ് നിങ്ങൾ നോർമലി ബ്രീത്ത് ഇൻ ചെയ്യണം, നോർമലി ബ്രീത്ത് ഔട്ട് ചെയ്യണം. കുട്ടികളെ നിങ്ങൾ ഇന്ന് നോർമൽ ബ്രീത്ത് ഔട്ടും ചെയ്ത് അപ്പൊ കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ കൂടും അല്ലെ. സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിങ് ദാറ്റ് ഹാസ് എ വോളിയം. ഓക്കെ, ദാറ്റ് വോളിയം ഇസ് നോൺ ആസ് ടൈഡൽ വോളിയം. നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇന്നിന് ടൈഡൽ വോളിയം, ബ്രീത്ത് ഔട്ടിന് ടൈഡൽ വോളിയം. നോർമൽ ടൈഡൽ വോളിയം. ഓക്കെ ആണോ? ഇത് ഇത്ര ഓക്കെ ആണോ? ഓക്കെ. നോർമൽ ഇസ് ടൈഡൽ വോളിയം. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, നമ്മള് ബ്രീത്തിങ് ചെയ്തു, നോർമലി ബ്രീത്തിങ് ചെയ്ത നോർമൽ. ഇനി വലിച്ച് നോർമൽ ബ്രീത്തിങ് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് എടുത്ത് നോർമൽ ബ്രീത്തിങ് ടൈഡൽ വോളിയം അകത്തേക്ക് പോയി. എന്നിട്ട് എക്സ്ട്രാ എടുത്ത് പിള്ളേരെ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ കട്ടപ്പണി കിട്ടും. എക്സ്ട്രാ എടുത്തോ? അത് എക്സ്ട്രാ നിങ്ങൾ എടുക്കുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. പറയും, ചെയ്ത് പഠിക്കും. നോർമൽ എടുത്തു ടൈഡൽ വോളിയം, എക്സ്ട്രാ എടുത്തു ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഒന്നുകൂടി ചെയ്തേ. പറഞ്ഞു ചെയ്യേ. പഠിക്കണോ വേണ്ടയോ? നോർമൽ ബ്രീത്ത് ഇൻ ചെയ്തു പറഞ്ഞ ടൈഡൽ വോളിയം, നോർമൽ ബ്രീത്ത് ഇൻ ടൈഡൽ വോളിയം. എക്സ്ട്രാ വലിച്ചെടുത്തത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പൊ നോക്കട്ടെ കുട്ടികളെ. അപ്പൊ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്താന്ന് പഠിച്ചു, ടൈഡൽ വോളിയം എന്താന്ന് പഠിച്ചു. ഇനി ഞാൻ പറയുന്നത് നോക്കിക്കോ. ഫുൾ ആയിട്ട് അങ്ങ് വലിച്ചെടുത്തോ. ഫുള്ളായിട്ട് വലിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ടൈഡൽ വോളിയം ഉണ്ട്, കൂട്ടത്തിൽ എക്സ്ട്രാ വലിച്ചെടുത്തതും ഉണ്ട്. ആണോ അല്ലയോ? ഫുള്ളായിട്ട് ഇൻസ്പയർ ചെയ്തപ്പോ ടൈഡൽ വോളിയം ഉണ്ട്, വിച്ച് ഇസ് എ നോർമൽ വൺ. എക്സ്ട്രാ വലിച്ചെടുത്ത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. ഇതിനെ രണ്ടെണ്ണത്തിനെയും ചേർന്നിട്ട് നമ്മൾ പറയുന്നതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. രണ്ടെണ്ണത്തിനെയും ചേർത്ത് പറയുന്നതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഒരിക്കൽ കൂടി ചെയ്യ്, ഉറക്കെ പറയേ. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇപ്പൊ എഴുതണ്ട, ചെയ്ത് പഠിക്കും. നോർമൽ ബ്രീത്ത് ഇൻ ടൈഡൽ വോളിയം, എക്സ്ട്രാ എടുത്തത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, രണ്ടും കൂടി ചേർത്തിട്ട് ഒറ്റയടിക്കും, വിച്ച് ഇസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇത്രയും ഓക്കെ ആയോ? ഇത് രണ്ടും കൂടി ചേർത്ത് എക്സ്ട്രാ വലിച്ചെടുത്തത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, രണ്ടും കൂടി ചേർത്തിട്ട് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഓക്കെ ആണോ? ഇതേ സാധനം തന്നെ താഴോട്ട്. ഓക്കെ, നോർമൽ വിട്ടത് ടൈഡൽ വോളിയം, എക്സ്പൈറേഷൻ. നോർമൽ വിട്ടത് എക്സ്പൈറേഷൻ. എക്സ്ട്രാ വിട്ടത് ഓക്കെ, നോർമൽ വിട് എക്സ്പിറേറ്ററി റിസർവ്. എക്സ്ട്രാ വിട് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ ആണോടാ കുട്ടികളെ? ഇനി മൊത്തത്തില് അപ്പൊ ഒന്നും കൂടിയിട്ട് ഒന്ന് എടുത്തിട്ട് ചെയ്തേ, ഫുള്ളായിട്ട് വിട്ടെ. അപ്പൊ നിങ്ങളുടെ ടൈഡൽ വോളിയം ഉണ്ട്, കൂട്ടത്തിൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. ഓക്കെ ആണോ? എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, രണ്ട് സാധനങ്ങളും ഉണ്ട്. ഇത്രയും സംഭവം മനസ്സിലായി? ഇത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇത്രയും സാധനം മനസ്സിലായോ?
ഓക്കെ, അപ്പൊ രണ്ടും കൂടി വിട്ടുന്നതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമുക്ക് പഠിക്കാനില്ല. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇത്രയും മനസ്സിലായോ? നോക്ക്, ദിസ് ഇസ് ടൈഡൽ വോളിയം, ദിസ് ഇസ് എക്സ്ട്രാ എടുത്തത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ളത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ടൈഡൽ വോളിയം ചേർത്തിട്ടുള്ളതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഓക്കെ ആണോ? ഇനി നോർമൽ വിട്ടത് ടൈഡൽ വോളിയം, എക്സ്ട്രാ വിട്ടത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓൾറൈറ്റ്. ഇനി നോക്കിക്കോ, എക്സ്ട്രാ ഫുള്ളി അങ്ങോട്ട് വിട്, ഫുള്ളി അങ്ങോട്ട് വിട്, കംപ്ലീറ്റ്ലി വിട്ടോ, കംപ്ലീറ്റ് വിട്ടോ. ഞാൻ പറയുന്നത് വരെ തിരിച്ചെടുക്കരുത്. ഫുള്ള് വിട്, ഫുള്ള് ഞാൻ പറയുന്നത് വരെ തിരിച്ചെടുക്കരുത്. ബുദ്ധിമുട്ടുണ്ടോ? എന്നാലും നിങ്ങൾ ആരും മരിച്ചുപോയില്ലല്ലോ. എന്തുകൊണ്ട് മരിച്ചുപോയില്ല? തിരിച്ചെടുത്തോ. എന്തുകൊണ്ട് ഫുൾ വിട്ടിട്ടും നിങ്ങൾ ആരും you did not die? Why? Because there is some amount of oxygen which is there inside. അതിനെയാണ് നിങ്ങൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയാം. Even after complete expiration, you have some amount of air which is remaining inside. That is known as residual volume. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായോ? ഇനി തുടക്കം തൊട്ട് ഒന്നുകൂടി ചെയ്തേ, നിങ്ങൾ ചെയ്തേ, ഒന്നുകൂടി നോക്കിക്കോ. നോർമൽ എടുത്തു, ഓക്കെ, വിച്ച് ഇസ് ടൈഡൽ വോളിയം. എക്സ്ട്രാ എടുത്തു, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, ഒന്നും കൂടി നമ്മളൊരു സന്തോഷത്തിന് മൊത്തമായിട്ട് എടുത്തു. അതിന്റെ കൂട്ടത്തിൽ ടൈഡൽ വോളിയം പോവും, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പോവും. രണ്ടെണ്ണത്തിനെയും ചേർത്തിട്ട് നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. ഇനി നോർമൽ വിട്ടു, ഓക്കെ, നോർമൽ വിട്ടു വിച്ച് ഇസ് ടൈഡൽ വോളിയം. എക്സ്ട്രാ വിട്ടു വിച്ച് ഇസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്ട്രാ വിട്ടിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കുറച്ചു നേരം തിരിച്ചെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ബാക്കിയുള്ളത് ഇസ് റിസർവ് വോളിയം. ഓക്കെ, ഇനി സാധാരണ മനുഷ്യർ, സാധാരണ ഒരു മനുഷ്യൻ, ഓക്കെ, സാധാരണ മനുഷ്യൻ എന്താ ചെയ്യാം? ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ഓൺലി ടൈഡൽ വോളിയം. ഓക്കെ, പുള്ളിക്കാരന്റെ ലങ്സിൽ ബാക്കി എന്തുണ്ട്? ഓക്കെ, ബാക്കി എന്തുണ്ട്? ഒരു ബ്രീത്തിങ് കഴിയുമ്പോ, ഓക്കെ, ഒരു ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. ഒരു ബ്രീത്ത് ഔട്ടും കഴിഞ്ഞു. ഓക്കെ, പുള്ളിക്കാരൻ ബ്രീത്തിങ് ചെയ്തു, ബ്രീത്ത് ഔട്ട് ചെയ്തു, നോർമലി ബ്രീത്ത് ഔട്ട് ചെയ്തു. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ പറ്റും? പിന്നെ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യാനുള്ള എയർ ലങ്സിന്റെ അകത്തുണ്ട്. ലങ്സിൽ എന്തൊക്കെ ഉണ്ട് ഇനി ബാക്കി? പുള്ളിക്കാരൻ എക്സ്പയർ ചെയ്തു. ഹി ഡിഡ് എ നോർമൽ എക്സ്പയറേഷൻ, normal expiration. Okay, now what all can he do? What all can he do? Now ini lungs inde agathe ആരൊക്കെ ഉണ്ട്? ലങ്സില് we have air for forceful expiration ആണല്ലോ. ഫോഴ്സ്ഫുൾ എക്സ്പയറേഷന്റെ സാധനം ഉണ്ടോ? മനസ്സിലായോ? ഓക്കെ, കൂട്ടത്തില് റെസിഡ്യുവൽ വോളിയത്തിന്റെ സാധനം ഉണ്ടോ? റെസിഡ്യുവൽ വോളിയത്തിന്റെ സാധനം ഉണ്ടോ? ബിക്കോസ് നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്താലും സംതിങ് ഇസ് റിമൈനിങ്. നോ, ഇതിനെ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയും. ആഫ്റ്റർ എക്സ്പയറേഷൻ ഇനി ബാക്കി എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്? എക്സ്പൈറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, റെസിഡ്യുവൽ വോളിയം ഉണ്ട്. മനസ്സിലായോ? എക്സ്പൈറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, റെസിഡ്യുവൽ വോളിയം ഉണ്ട്. ഇത്രയും മനസ്സിലായോ? ഉറപ്പാണോ മനസ്സിലായെന്ന്? പറഞ്ഞു തരണോ ഒരിക്കൽ കൂടി? ഓക്കെ, എക്സ്പയറേറ്റ്. അപ്പൊ എല്ലാം ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് ഇനി വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി മീൻസ് നോർമലി എടുക്കുന്നത് പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് എക്സ്പിറേറ്ററി. നിങ്ങളുടെ ലങ്സിന് മാക്സിമം, അതായത് ബാക്കി ഉള്ളത് ഒഴിച്ചാൽ ബാക്കി ഫുൾ എത്ര മാത്രം നമുക്ക് ഹോൾഡ് ചെയ്യാം ലങ്സിൽ. ഓക്കെ, അതായത് നിങ്ങൾക്ക് നോർമൽ ടൈഡൽ വോളിയം എടുക്കുന്ന സാധനം ഉണ്ട്, കൂട്ടത്തില് എക്സ്ട്രാ ഇൻസ്പയർ ചെയ്ത് കയറ്റുന്ന സാധനം ഉണ്ട്, കൂട്ടത്തില് എക്സ്ട്രാ ആയിട്ട് എക്സ്പയർ ചെയ്ത് കളയുന്ന സാധനം ഉണ്ട്. എല്ലാത്തിനെയും ചേർത്തിട്ടാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് നോക്കാം. രണ്ട് ടേംസ് ആണ് ഇപ്പൊ പഠിച്ചത്, വിച്ച് ഇസ് FRC, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. നോർമൽ എക്സ്പയറേഷൻ കഴിഞ്ഞു. നോർമൽ എക്സ്പയറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദിന് എന്തൊക്കെ ഇനി കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്നത് എന്താ അരവിന്ദ് പറയണത്? നമ്മള് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയും. അങ്ങനെ പോയാലും നീ കുറച്ചു കാലം ജീവിക്കും, കാരണം കുറച്ച് നേരം കുറച്ച് സെക്കൻഡ്സ് ജീവിക്കും, ബിക്കോസ് യു ഹാവ് റെസിഡ്യുവൽ വോളിയം. രണ്ടെണ്ണത്തിനെയും ചേർത്തിട്ട് ERV പ്ലസ് RVനെയാണ് റെസിഡ്യുവൽ വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിനെ ചേർന്നിട്ടാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ കുട്ടികളെ? ഇത്രയും ഓക്കെ ആണോ കുട്ടികളെ? ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനൊക്കെ കഴിവുണ്ട്. ഓക്കെ, റെസിഡ്യുവൽ വോളിയം നിങ്ങളുടെ കഴിവല്ല,
നിങ്ങൾക്ക് ബേസിക്കലി ഒന്നും ചെയ്യാനില്ല. റെസിഡ്യുവൽ വോളിയം ലങ്സിന്റെ പണിയാണ്. ഓക്കെ, നിങ്ങൾക്ക് നോർമലി ശ്വസിക്കാൻ പറ്റും, വിച്ച് ഇസ് ടൈഡൽ വോളിയം. ഓക്കെ, എക്സ്ട്രാ ശ്വസിക്കാൻ പറ്റും, അതും ലങ്സിനകത്താണ്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്ട്രാ പുറത്തേക്ക് വിടുന്നതും അവിടെ ഉള്ളിലിരിക്കുന്നുണ്ട് അല്ലെ, വിച്ച് ഇസ് എക്സ്ട്രാ റിസർവ് വോളിയം. ഓക്കെ, എക്സ്ട്രാ റിസർവ് വോളിയം. ഇതിനെ എല്ലാത്തിനെയും ചേർത്തിട്ടാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി ഇതാണ് നിങ്ങളുടെ മാക്സിമം. ഇനി ലങ്സിൽ ബാക്കിയുള്ള ടീം അതെന്താ? വൈറ്റൽ കപ്പാസിറ്റിയുടെ കൂടെ ലങ്സിൽ ബാക്കിയുള്ളത് ആരാ? റെസിഡ്യുവൽ വോളിയം. റെസിഡ്യുവൽ വോളിയം അതിൽ കിടക്കണില്ലേ? അതും കൂടി ചേർത്ത ടോട്ടൽ ലങ് കപ്പാസിറ്റി. നിങ്ങളുടെ ലങ്സിന് എത്ര കപ്പാസിറ്റി? ദിസ് ഇസ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. So tidal volume plus inspiratory reserve volume plus expiratory reserve volume is known as total lung capacity. കട്ടയ്ക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഓക്കെ, റിവൈസ് കട്ടയ്ക്ക് റിവൈസ് ചെയ്തേ ഒന്ന്. മക്കളെ ഇപ്പൊ പഠിച്ചു പോയാലേ ഉള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും. മോളെ ഒന്നും കൂടി നോക്കട്ടെ. ടോട്ടൽ ലങ് കപ്പാസിറ്റി മോൾക്ക് ഇപ്പൊ മാനസിക്ക് മാനസിയാണോ മേധയാണോ ചോദിച്ചത്? മേധ. ഓക്കെ, മേധയ്ക്ക് എന്തൊക്കെ പറ്റും? മേധ നോർമലി ബ്രീത്ത് ചെയ്തു, അപ്പൊ എന്ത് കയറി? ടൈഡൽ വോളിയം കയറി. എക്സ്ട്രാ ബ്രീത്ത് ചെയ്തു, അപ്പൊ എന്ത് കയറി? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കയറി. ഓക്കെ, എന്നിട്ട് ആ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പുറത്തേക്ക് വിട്ടു, ടൈഡൽ വോളിയം പുറത്തേക്ക് വിട്ടു. എന്നിട്ടും മേധയ്ക്ക് പിന്നെ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യാം, അപ്പൊ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയായി? നോർമലി ബ്രീത്ത് ഇൻ ചെയ്തു, കൂട്ടത്തിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എടുത്തു. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്ത് ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ചെയ്തു, അപ്പൊ അത്രയും എയർ ഉണ്ട്. ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ചെയ്ത ടൈഡൽ വോളിയം ഉണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട് കൂട്ടത്തിൽ. ഇനി ഫുള്ളി ഇപ്പൊ ഇത് എന്താ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഇസ് ലൈക്ക് ടോട്ടലി ബ്രീത്ത് ഇൻ ചെയ്തു. നൗ യു ആർ ഗോയിങ് ടു എക്സ്പയർ മാക്സിമം. അപ്പൊ എന്തൊക്കെ എയർ ആണ് മോളെ പുറത്തേക്ക് പോകാൻ പോണേ? എന്തൊക്കെ എയർ പുറത്തേക്ക് പോകും? മോള് നോർമലി ബ്രീത്ത് ഇൻ ചെയ്തിരിക്കുന്ന ടൈഡൽ വോളിയം പോകും. ഓക്കെ, നേരത്തെ വലിച്ചെടുത്തിരിക്കുന്ന ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പോകും. ആണോ? എക്സ്ട്രാ പുറത്ത് പോണ എക്സ്ട്രാ റിസർവ് വോളിയം പോകും. ആണോ? ഇത്രയും മനസ്സിലായോ? പിന്നെ ബാക്കി എന്തുണ്ട്? റെസിഡ്യുവൽ വോളിയം ലങ്സിൽ. ഇതിൽ കൂടുതൽ വേറൊന്നുമില്ല, എല്ലാത്തിനെയും ചേർത്തിട്ട് നമ്മൾ പറയണതാണ് ലങ് കപ്പാസിറ്റി. മനസ്സിലായോ മോളെ? ഓക്കെ, എത്ര ഉള്ളൂ. ഒന്നുകൂടി റിവൈസ് ചെയ്യുമോ മോളെ? ഇത് വായിച്ച് പോവാം. നോക്ക്, ടൈഡൽ വോളിയം. വാട്ട് ഇസ് ടൈഡൽ വോളിയം? വോളിയം ഓഫ് ദ എയർ ഇൻസ്പയർഡ് ഓർ വോളിയം ഓഫ് ദ എയർ എക്സ്പയർഡ് ഡ്യൂറിംഗ് നോർമൽ റെസ്പിറേഷൻ. നോർമൽ റെസ്പിറേഷനിൽ എത്ര മാത്രം കയറ്റി, എത്ര മാത്രം ഇറക്കി, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വിച്ച് ഇസ് അബൌട്ട് 500 ml. ഓക്കെ, 6000 to 8000 ml per minute ആണ് വരുന്നത്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എക്സ്ട്രാ വലിച്ചെത്തി. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ by forceful inspiration, which comes to around 2500 ml to 3000. Okay, ഇതാണ് സാധനം. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? Now the next one is okay. Now the next one is expiratory reserve volume. Additional volume, forcibly expansion additional volume is expiratory reserve volume. Okay, which comes to around 1000 ml to 1100 ml forceful expiration. Residual volume എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാം കഴിഞ്ഞു, ഫോഴ്സിബിൾ എക്സ്പിറേഷൻ കഴിഞ്ഞു, വാട്ട് എവർ ഇസ് റിമൈനിങ് ഇൻസൈഡ് യുവർ ലങ്സ്, ദാറ്റ് ഈസ് റെസിഡ്യുവൽ വോളിയം. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, റെസിഡ്യുവൽ വോളിയം നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. റെസിഡ്യുവൽ വോളിയം നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. 1000 to 100 to 1200 ആണ്, ഓക്കെ ആണ്. പക്ഷെ യു കനോട്ട് മെഷർ ഇറ്റ് വിത്ത് ആൻ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പൊ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കി കപ്പാസിറ്റീസ് വരെ. കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞ എന്താ? ഒരു നോർമൽ എക്സ്പയറേഷൻ കഴിഞ്ഞിട്ട് വലിച്ചു കയറ്റുന്ന എയർ എന്താണ്? ഓക്കെ, നോർമൽ എക്സ്പയറേഷൻ കഴിഞ്ഞു, നോർമൽ വലിച്ചു കയറ്റുന്നതിൽ എന്തൊക്കെയുണ്ട്? നോർമൽ ഇൻസ്പിറേഷന്റെ ടൈഡൽ വോളിയം ഉണ്ട്, എക്സ്ട്രാ വലിച്ചു കയറ്റുന്ന ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. Both of them together is known as inspiratory capacity. Okay, now what is expiratory capacity? Normal inspiration. നമ്മൾ നോർമൽ ഇൻസ്പയർ ചെയ്തു, എന്നിട്ട് ടൈഡൽ വോളിയം പുറത്തേക്ക് വിട്ടു, എക്സ്ട്രാ റിസർവ് വോളിയം പുറത്തേക്ക് വിട്ടു. എക്സ്ട്രാ നമ്മൾ പുറത്തേക്ക് കളഞ്ഞു, രണ്ടെണ്ണത്തിനെയും ചേർത്തിട്ട് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ആയോ? ഓക്കെ, നൗ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. Volume of air that will remain in the lungs after normal expiration. നോർമൽ എക്സ്പയറേഷൻ കഴിഞ്ഞാൽ
നോർമൽ എക്സ്പൈറേഷൻ നമ്മൾ അരവിന്ദിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞത് നോർമൽ എക്സ്പൈറേഷൻ ചെയ്തു. ഇനി അരവിന്ദിന് എന്തൊക്കെ ചെയ്യാം? എക്സ്ട്രാ പുറത്തേക്ക് കളയാം, വിച്ച് ഇസ് എക്സ്ട്രാ റിസർവ് വോളിയം. എക്സ്ട്രാ പുറത്തേക്ക് കളഞ്ഞാലും അരവിന്ദിന് ജീവിക്കാൻ പറ്റും ബിക്കോസ് ഓഫ് ദ റെസിഡ്യുവൽ വോളിയം. ഇതിന്റെ രണ്ടെണ്ണത്തിനെയും ചേർത്തിട്ടാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയാം. Now, what is vital capacity? Maximum volume of air a person can breathe in after forced expiration. Okay, അപ്പൊ അതാരത്? അതുല്യ ഫോഴ്സ്ഡ് ആയിട്ട് എക്സ്പൈറേഷൻ ചെയ്തു, ഫോഴ്സ്ഡ് ആയിട്ട് എക്സ്പൈറേഷൻ ചെയ്തു. അപ്പൊ നോക്കിക്കോ, പുള്ളിക്കാരന് മാക്സിമം വലിച്ചെടുക്കണം. ഓക്കെ, അതിൽ എന്തൊക്കെയുണ്ട്? മാക്സിമം വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആദ്യം കളഞ്ഞ സാധനം, ഫോഴ്സ്ഫുള്ളി കളഞ്ഞ സാധനം തിരിച്ചെടുക്കണം, എക്സ്പൈറേറ്ററി റിസർവ് വോളിയം. പിന്നെ നോർമലി വലിച്ചെടുക്കുന്നത് തിരിച്ചെടുക്കണം, റെസിഡ്യുവൽ വോളിയം. ഓക്കെ, അല്ല ടൈഡൽ വോളിയം. ഓക്കെ, കൂട്ടത്തില് എക്സ്ട്രാ വലിച്ചു കയറ്റാൻ പറ്റുന്ന ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. ഇത് മൂന്നെണ്ണം തിരിച്ചെടുക്കും. നോക്കിക്കോ, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. നോക്കിക്കോ, ഒന്നും കൂടി ചെയ്തേ. മാക്സിമം നിങ്ങൾ എക്സ്പയർ ചെയ്തേ, മാക്സിമം എക്സ്പയർ ചെയ്തേ, ഫസ്റ്റ് മാക്സിമം എക്സ്പയർ ചെയ്തേ, ചെയ്തോ? മാക്സിമം എക്സ്പയർ ചെയ്തു. അപ്പൊ ബാക്കിയുള്ളത് റെസിഡ്യുവൽ വോളിയം. ഇനി ആദ്യം വലിച്ചു കയറ്റുന്നത് കഷ്ടപ്പെട്ട് പുറത്ത് കളഞ്ഞ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. പിന്നെ നോർമൽ ബ്രീത്തിങ്ങിന്റെ ടൈഡൽ വോളിയം. ഇനി വലിച്ചു കയറ്റിയ എക്സ്ട്രാ ഉള്ളിൽ കയറിയ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് മൂന്നെണ്ണം വലിച്ചു കയറ്റണ്ടേ നമ്മള്? മനസ്സിലായോ? ഓക്കെ, ഇതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. So this can be defined as a maximum air a person can breathe in after forced expiration. After a forced expiration, എന്തൊക്കെ തിരിച്ചെടുക്കാം? എക്സ്ട്രാ റിസർവ് വോളിയം, നോർമൽ എടുത്ത ടൈഡൽ വോളിയം, എക്സ്ട്രാ വലിച്ചു കയറ്റുന്ന ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓർ നേരെ തിരിച്ചും പറയാം, മാക്സിമം വോളിയം a person can breathe out after forced inspiration. ഫോഴ്സ് ചെയ്ത് ഇൻസ്പയർ ചെയ്തേ, പറഞ്ഞ് ഇൻസ്പയർ ചെയ്തേ, ഫോഴ്സ് ചെയ്ത് ഇൻസ്പയർ ചെയ്യുമ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. പുറത്തേക്ക് വിടുമ്പോൾ ഇൻസ്പിറേറ്ററി എക്സ്ട്രാ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പുറത്തേക്ക് പോകും. നോർമലി ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ടൈഡൽ വോളിയം പുറത്തേക്ക് പോകും. ഈ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പുറത്തേക്ക് പോകും. ഇത് മൂന്നെണ്ണത്തിനെയും ചേർത്തിട്ടാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് നമ്മൾ പറയാം. ഓക്കെ, വൈറ്റൽ കപ്പാസിറ്റി. നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ. ലാസ്റ്റ് വൺ എന്താണ്? lung capacity. What is lung capacity? Total lung capacity. Adi kullu varu onnuilla. That is lung capacity. Okay. Total volume of air which can be accommodated in lungs at the end of a forceful inspiration. Forceful inspiration കഴിഞ്ഞ lung tightly packed ഉണ്ട്. Forceful inspiration കഴിയുമ്പോൾ ലങ്സിൽ ആരൊക്കെ ഉണ്ട്? എക്സ്ട്രാ ഇൻസ്പയർ ചെയ്തെടുത്ത ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. നോർമലി ഇൻസ്പയർ ചെയ്തെടുത്തിരിക്കുന്ന ടൈഡൽ വോളിയം ഉണ്ട്. എക്സ്ട്രാ പുറത്തു പോകാൻ കേപ്പബിൾ ആയ എക്സ്പിറേറ്ററി റിസർവ് വോളിയം അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെസിഡ്യുവൽ വോളിയം അവിടെ കിടക്കുന്നുണ്ട്. എല്ലാത്തിനെയും ചേർത്തിട്ടാണ് നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയാം. മനസ്സിലായോടെ കുട്ടികളെ? ഇത് നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ, ഒരു റൗണ്ടും കൂടി റിവൈസ് ചെയ്യട കുട്ടികളെ നിങ്ങളിത്. ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. ഇതില് നമ്മൾ പറഞ്ഞു റെസിഡ്യുവൽ വോളിയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ഒരു ഇത് സാധനം വെച്ചിട്ട്, എന്തെങ്കിലും ഒരു മെഷീൻ വെച്ചിട്ട്. സോ റെസിഡ്യുവൽ വോളിയം ഉള്ള ചേട്ടന്മാരെ ഒന്ന് ടോട്ടൽ ലങ് കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ഒക്കെ റെസിഡ്യുവൽ വോളിയം കൂട്ടത്തിലുള്ളതാണ്. ഇവരെ ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യൂസിങ് എ സ്പൈറോമീറ്റർ. ഓക്കെ, ശരി, ഒരു റൗണ്ടും കൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോണേ, നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പറഞ്ഞു, വോളിയൂംസ് എല്ലാം പഠിച്ചു. ഇനി നമ്മൾ ആക്ച്വലി എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്, വിച്ച് ഇസ് ആൽവിയോളൈ. ആൽവിയോളൈ ഇസ് എ സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ, എവിടെയൊക്കെ തമ്മിൽ രണ്ട് സ്ഥലത്താണ് നടക്കുക. ഒരെണ്ണം ആൽവിയോളൈ ടു ദ ബ്ലഡ്, അടുത്തത് ബ്ലഡ് ടു ദ ടിഷ്യൂസ്. ബ്ലഡ് ടു ദ ടിഷ്യൂസ് തമ്മിൽ നടക്കുക. ആൽവിയോളയും ബ്ലഡിന്റെ ഇടയിലും ടിഷ്യൂസിന്റെയും ബ്ലഡിന്റെ ഇടയിലായിരിക്കും എക്സ്ചേഞ്ച് നടക്കണേ. ഓക്കെ, അതുപോലെ അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണേ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയായിരിക്കും നടക്കാൻ പോണേ. ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും സംഭവം നടക്കുക. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ആൽവിയോളയിൽ നിന്നും ഓക്സിജൻ ഇസ് ഗോയിങ് ടു ജംപ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡിൽ നിന്നും ഓക്സിജൻ ഇസ് ഗോയിങ് ടു ഡംപ് ഇൻ ടു ദ ടിഷ്യൂസ്. ടിഷ്യൂസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഗോയിങ് ടു മൂവ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഗോയിങ് ടു മൂവ് ഇൻ ടു ദ ആൽവിയോളൈ. ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. So we told that this is going to happen by simple diffusion. This is going to happen by simple diffusion. Now, who is going to affect the rate of diffusion? Who is going to affect the rate of diffusion? Rate of diffusion, അതായത് എത്രമാത്രം സ്പീഡിലാണ് ഡിഫ്യൂഷൻ നടക്കുക,
ഇതിനെ എഫക്ട് ചെയ്യാൻ പോണത് pressure or concentration gradient. We are going to study that. Pressure or concentration gradient. Thickness of the membrane. See, alveoli ഉണ്ടട കുട്ടികളെ, അതേപോലെ തന്നെ ഇവിടെ ബ്ലഡ് വെസൽ ഉണ്ട്, കാപ്പിലറി ഉണ്ട്. ഓക്കെ, ഈ തിക്നെസ് എത്രയാണ്? ഇവരുടെ ഇടയിലുള്ള തിക്നെസ് എന്താണ്? ഇതിന്റെ ഇടയിൽ ഈ മെംബ്രെയിന്റെ തിക്നെസ് ഉണ്ട്, ഈ മെംബ്രെയിന്റെ തിക്നെസ് ഉണ്ട്, ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ഉണ്ട്. ഇതിന്റെ തിക്നെസ് എത്രയാണ്? ഭയങ്കര തിക്ക് ആണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ ഇസ് ഗോയിങ് ടു ബി വെരി സ്ലോ. ഒട്ടും തിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ ഇസ് ഗോയിങ് ടു ബി വെരി ഫാസ്റ്റ്. Solubility of the gases. എത്ര സോല്യൂബിൾ ആണോ അത്രയും നല്ലതാണ്, അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിഫ്യൂഷൻ നടക്കും. ഓക്കെ, ബ്ലഡിൽ സോല്യൂബിൾ, വാട്ടർ സോല്യൂബിലിറ്റി. ഓക്കെ, കാർബൺ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സോല്യൂബിലിറ്റി കൂടുന്തോറും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഏറ്റവും ഈസി എന്ന് പറയുന്നത് തിക്നെസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ തിക്നെസ് പഠിച്ചിട്ട് ഇന്ന് തൽക്കാലം നിർത്താം. Alright, first നമ്മൾ എടുക്കാൻ പോണത് എന്താണ്? തിക്നെസ്. തിക്നെസ് ഹൗ ഇറ്റ് എഫക്ട്സ് ദ ഡിഫ്യൂഷൻ റേറ്റ്. തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി, എന്തിന്റെ ഇടയിലാണ് ഡിഫ്യൂഷൻ നടക്കേണ്ടത്? വി ഓൾറെഡി ടോൾഡ് ദാറ്റ് there is an alveoli. Okay, alveoli ഉള്ളിലാണ് ഓക്സിജൻ ഉള്ളത്. Okay, and there is blood vessel. This is your blood vessel. Blood vessel is just one cell thick. Okay, so basically there are three layers. One is the alveolar layer. Alveoli is made up of squamous epithelium. Squamous, okay, I'll write it in yellow. It's squamous epithelium. Okay, അതേ സമയം നമ്മുടെ blood vessel is made up of, blood in the capillary ആണ് single cell thick. Okay, this is made up of endothelium. This is made up of endothelium. Okay, endothelium. And in the edale, there is a ground substance. There is a ground substance. Okay, there is a ground substance. This is known as basement substance. Basement substance. Okay, ഇത് എല്ലാം കൂടിയിട്ട് അതെല്ലാം ഒറ്റ ലെയർ ആയിട്ടുണ്ടാവും. this is less than 1 millimeter. This is less than 1 millimeter. അപ്പൊ എന്തൊക്കെയുണ്ട്? 3 layers ഉണ്ട്. എങ്ങനെയാത്? Squamous epithelium of the alveoli, basement substance, and endothelium of the capillaries. Okay, so the total thickness is going to be less than 1 millimeter. എല്ലാം കൂടി സിംഗിൾ ലെയർ ആയിട്ട് ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഈ squamous epithelium of the alveoli is going to be very close to the endothelium of the blood vessel. And all membranes are cut permeable, very permeable. So these factors are in very much favor of the exchange of gases. So there are three factors which are going to affect the diffusion. നമ്മൾ പറഞ്ഞു gas exchange എങ്ങനെ നടക്കുക? ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുക. എന്തൊക്കെ gas exchange ചെയ്യാൻ പോണേ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പൊ ആൽവിയോളയിൽ നിന്നും ബ്ലഡിലേക്ക് ചാടണം. അതിന് ആൽവിയോളയുടെ ഒരു ലെയർ ഉണ്ട്, which is made up of squamous epithelium. Endothelium layer ഉണ്ട്, which is lining the capillaries. അതിന്റെ ഇടയിൽ basement membrane ഉണ്ട്. Together they are going to be just less than 1 millimeter thick. All the membranes are very permeable. Okay, now coming to the second factor. See, മൂന്ന് factors എന്തൊക്കെയാണ്? ഒന്ന്, the permeability and thickness of the membranes. Okay, അടുത്തത് pressure gradient ആണ്. Pressure gradient we are not going to see. അടുത്തത് solubility of gas ആണ്. Okay, solubility of the gas, something which affects the diffusion, is the solubility of the gas. Then Graham's law എന്ന് പറഞ്ഞിട്ടൊരു സാധനം. Graham's law എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, okay, relative diffusion rate is proportional to solubility. എത്രമാത്രം gas soluble ആണോ inside the plasma, blood in the plasma, blood in the ഉള്ളിൽ എത്രമാത്രം soluble ആണോ അത്രയും fast ആയിട്ട് diffusion നടക്കും. Okay, so relative diffusion rate is directly proportional to solubility. As solubility increases, diffusion rate is going to increase. Okay, so if you see, carbon dioxide is highly soluble. Carbon dioxide ഭയങ്കര soluble ആണ് bloodil. Carbon dioxide is 19 times soluble than oxygen. Carbon dioxide is 19 times soluble than oxygen. അതായത് diffusion rate of carbon dioxide is 19 times more diffusive than solubility of carbon dioxide is about 20 to 25 times higher than oxygen. Okay, solubility എന്ന് പറയുന്നത് 20 to 25 times higher than oxygen ആണ്. Diffusion rate of carbon dioxide is 19 times that of diffusion rate of oxygen.
മനസ്സിലായോ? കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കര സോല്യൂബിൾ ആണ്. അപ്പൊ അതുല്യ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ അതുല്യ അങ്ങ് ഡിസോൾവ് ആയി കിടക്കുകയാണ് മറ്റേ ബ്ലഡിൽ, ബിക്കോസ് ഷീ ഈസ് വെരി സോല്യൂബിൾ 20 to 25 ടൈംസ്. അതേസമയം അഭിരാമി ഈസ് ഓക്സിജൻ. അഭിരാമി ഈസ് നോട്ട് അത്ര സോല്യൂബിൾ ഒന്നല്ല അതുല്യനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ അഭിരാമിയുടെ ഡിഫ്യൂഷൻ റേറ്റ് ഇസ് ലെസ്. അതുല്യയുടെ ഡിഫ്യൂഷൻ റേറ്റ് ഇസ് മോർ ബിക്കോസ് യു ആർ വെരി സോല്യൂബിൾ. അതുല്യ ഇസ് diffusion rate is 19 times as that of Abhirami. മനസ്സിലായോ? Okay, so carbon dioxide in diffusion rate is 19 times that of oxygen. നമ്മൾ കണ്ടു. That is amount of carbon dioxide. അപ്പൊ ഒരു partial pressure. അപ്പൊ ഇത് നോക്കിക്കോ, ഇത് ഇവിടെ alveoli ഇരിക്കുന്നത് വിചാരിച്ചോ. Okay, ഇവിടെ there is a partial pressure difference. Okay, ഒരു യൂണിറ്റ് ഇവിടെ എന്തോ ഒരു partial pressure ഉണ്ട്, ഇവിടെ എന്തോ ഒരു partial pressure ഉണ്ട്. Okay, ഇവരെ തമ്മിൽ 1 unit of partial pressure. ഇവിടെ ഇപ്പൊ say 1 partial pressure ആണ്, ഇവിടെ ഇപ്പൊ say 2 partial pressure ആണെന്ന് വിചാരിച്ചോ. That is 1 unit of partial pressure difference ആണ്. Okay, അപ്പോ ഇവിടെ ഇത് ഓക്സിജന്റെ partial pressure say 1 ആണെന്ന് വിചാരിച്ചു. ഇവിടെ ഓക്സിജൻ ആണ്, ഇവിടെ ഓക്സിജൻ ആണ്. The amount of x amount of oxygen is going to go. Okay, ഇതേ ഡിഫറൻസ് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനുണ്ട്. 1 യൂണിറ്റ് ഓഫ് പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് ഇസ് there for carbon dioxide. പക്ഷേ the amount of carbon dioxide which goes will be almost equal to 19x. 19 times carbon dioxide അങ്ങനെ. ഓ 1 പാർഷ്യൽ പ്രഷർ ഉണ്ട്, ഐ എം ഗോയിങ് ടു ജംപ് ഇൻ മോർ എന്ന് പറഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ചാടും. ഓക്കെ, ബിക്കോസ് ആ സെയിം യൂണിറ്റ് ഡിഫറൻസിന് തന്നെ ഭയങ്കരമായിട്ട് ചാടും. മനസ്സിലായോ? So what is going to happen? The amount of carbon dioxide that diffuses per unit difference in partial pressure. So a partial pressure, even if it differs by per unit, okay, per unit എന്ന് ചെയ്താൽ തന്നെയും എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചാടുന്നത്, it is going to be very high as compared to that of oxygen. മനസ്സിലായോ കുട്ടികളെ? ഓക്കെ ആണോ? മനസ്സിലായോ? യെസ്. Are you all clear with this? അപ്പൊ ഇത് തൽക്കാലം കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് പോർഷൻ, അതായത് നമ്മുടെ സോളിബിലിറ്റി അല്ല ഡിഫ്യൂഷന്റെ ലാസ്റ്റ് പോർഷൻ വി വിൽ സി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം ആൻഡ് വിൽ കണ്ടിന്യൂ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി സ്റ്റഫ്. ഓക്കേടെ കുട്ടികളെ. സോ നാളെ